തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി ജെ പിയിൽ തുടങ്ങിയ അസ്വാരസ്യങ്ങൾ അവസാനിക്കുന്നില്ല. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉൾപ്പെടെ ബി ജെ പി കൗൺസിലേഴ്സിൻ്റെ പരസ്യ പ്രതികരണം നടക്കുന്നത് നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുന്നു. ഇത് കേന്ദ്ര നേതൃത്വം വിലക്കിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പ്രമീള ശശിധരൻ്റേത് വൈകാരിക പ്രതികരണം മാത്രമെന്നാണ് NDA സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാർ പറഞ്ഞത്. ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയാണ് 18 കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവർ കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്. അവർക്ക് കൃത്യമായിട്ട് അതിനുശേഷം ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു കാര്യം കൗൺസിലർമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളെ സംബന്ധിച്ചോ ഒരു പരാതിയും ഒരെവിടെയും സമർപ്പിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. വിവരങ്ങളുമായി നിഖിൽ പ്രവേശ് പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നലെ വലിയ വിമർശനം കൗൺസിലർമാർക്കെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൗൺസിലർമാർ ഒന്നടങ്കം രംഗത്തെത്തുകയും C. കൃഷ്ണകുമാറിനെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. അവർ പറഞ്ഞത് C. കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീടുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ പോലും ഞങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളില്ലേ എന്ന് വോട്ടർമാർ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നീക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായാണ് കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിനു പിന്നാലെ ഇപ്പോൾ ഈ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. തൽക്കാലം എന്തായാലും അവർക്കെതിരെ നടപടി വേണ്ട എന്നുള്ളതാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കൗൺസിലർമാർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി നഗരസഭയിൽ BJPക്ക് ഉണ്ടാകുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരോട് ഇനി പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രമീള ശശിധരനെ അടക്കം നേരിട്ട് നേതാക്കൾ ബന്ധപ്പെട്ട് ഇനി മാധ്യമങ്ങളോട് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കപ്പെടും, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഇനി പരസ്യ പ്രതികരണം വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടുള്ളത്. അതേസമയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രമീള ശശിധരന് പുറകിൽ ഒരുപാട് കൗൺസിലർമാരുണ്ട്. അവർ ഒരു നിലപാടെടുത്താൽ അവർക്കൊപ്പം നിലകൊള്ളാൻ നിരവധി കൗൺസിലർമാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചൊടിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വമുള്ളത്. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കോൺഗ്രസ് നേതൃത്വവും ഇപ്പുറത്ത് കാത്തു നിൽക്കുന്നുമുണ്ട്. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് S. വിജയകുമാർ കൂടി ചേർന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, ശരിക്കും ഇന്നത്തെ കൊച്ചിയിലെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണിതെല്ലാം എന്ന് പറഞ്ഞാണ് K. സുരേന്ദ്രൻ കൈകഴുകാൻ ശ്രമിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ BJP രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ BJPയിൽ സമാനതകളില്ലാത്ത സംഘടനാ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. അതിനിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് അതിൽ ക്ഷോഭിച്ചിട്ടോ അല്ലെങ്കിൽ ക്ഷുഭിതനായിട്ടോ കാര്യമില്ല. അതാണ് വസ്തുത. സംസ്ഥാനത്ത് പലയിടത്തും സേവ് BJP എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല, BJP നേതാക്കൾക്കെതിരെ BJP അണികളിൽ നിന്നും BJP അനുഭാവികളിൽ നിന്നും വലിയ പ്രതിഷേധം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അണികളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ഇടപെടലുകളൊക്കെ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും BJP വലിയ നേട്ടം കൊയ്യുമ്പോഴും അതിൻ്റെ ഒരു തരത്തിലുള്ള ആഘോഷവും നടത്താൻ പോലും കഴിയാത്ത തരത്തിൽ സംസ്ഥാനത്തെ BJP പ്രവർത്തകർ നിസ്സഹായരാകുന്നു എന്നാണ് അവർ പറയുന്നത്. അതാണ് ഈ സേവ് BJP ക്യാമ്പയിൻ്റെ തുടക്കം തന്നെ അതിൽ നിന്നാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ പാലക്കാട്ടെ പാർട്ടി വേറെ, പാലക്കാട്ടെ കൗൺസിലർമാരടങ്ങുന്ന ഒരു BJPയും സംസ്ഥാനത്ത് വേറൊരു BJPയും രണ്ട് പാർട്ടികളായി പ്രവർത്തിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. BJPക്ക് തുടർച്ചയായി 2 തവണയായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരമുണ്ട്. ആ മുനിസിപ്പാലിറ്റിക്കകത്തെ ഭരണ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിക്കാനോ അത് പരിഹരിച്ച് പ്രശ്നങ്ങൾ തീർത്തിട്ടോ ആയിരുന്നില്ല BJP പാലക്കാട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയത്. അവിടെ BJP ശക്തി കേന്ദ്രങ്ങളിലടക്കം പ്രശ്നമുണ്ടായിരുന്നു. BJP അവിടുത്തെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ അവരവിടുത്തെ കൗൺസിലറാണ്, അവരും ഇതിലൊരു കക്ഷിയാണ്. അപ്പോൾ ആ നിലയിൽ വ്യത്യസ്ത തലങ്ങളിൽ ഈ കൗൺസിലർമാർക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നു. ജില്ലാ നേതൃത്വം അത് പരിഹരിച്ചിരുന്നില്ല. അത് പരിഹരിക്കാതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയത്. അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്ന സ്ഥലത്താണ് BJP അടിതെറ്റിയിരിക്കുന്നത്. അവിടെ ഇനിയിപ്പോൾ BJP ഈ കൗൺസിലർമാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അവർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ VK ശ്രീകണ്ഠനും അതുപോലെ DCC അധ്യക്ഷനും ഇന്നലെയും ഇന്നുമായി ഈ കൗൺസിലർമാരോട് നിങ്ങൾ നിലപാടെടുത്താൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പാലക്കാട് അത് നിലനിർത്താനോ ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനോ BJP എങ്ങനെ കഴിയും എന്ന ചോദ്യം അവിടുത്തെ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ മേഖലയിലൊക്കെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ ഈ കൗൺസിലിനെതിരെ, ഭരണസമിതിക്കെതിരെ വലിയ വിമർശനമുണ്ട്. അവിടുത്തെ റോഡുകളുടെ പ്രശ്നം, അതുപോലെ മറ്റ് പല പല പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ നേരത്തെ യൂസേഴ്സ് ഫീയുടെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയാണ്. അതൊക്കെ പ്രശ്നങ്ങളാണ്. അതൊന്നും പരിഹരിച്ചിട്ടില്ലെന്ന് തന്നെയല്ല, ആഭ്യന്തര പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാതെയാണ് BJP തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോയത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ അവിടുത്തെ കൗൺസിൽ ആർക്കെങ്കിലും നടപടിയെടുത്താൽ അവർ കോൺഗ്രസിലേക്ക് പോവുകയും, നേരത്തെ ഈ സന്ദീപ് വാര്യർ BJP വിട്ട ഘട്ടത്തിൽ സന്ദീപ് വാര്യർക്കൊപ്പം കൗൺസിലർമാരിൽ ചിലർ പോകുമെന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തവുമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ മുതിർന്ന RSS നേതാക്കൾ ഇടപെട്ടാണ് അവരെ തടഞ്ഞത്. ഇനിയിപ്പോൾ RSS നേതാക്കൾ അതേ നിലയിൽ ഇടപെടുമോ എന്നറിയില്ല. കാരണം BJP-യിൽ അത്രത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ, വിഭാഗീയതയുണ്ട്. അപ്പോൾ അതിലിനിയിപ്പോൾ RSS നേതൃത്വം ഇടപെടുമോ എന്നറിയില്ല. അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടപടിയെടുത്താൽ അതിൻ്റെ പേരിൽ ഒരുപക്ഷെ BJP-യിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടായേക്കാമെന്നുകൂടി നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ, സമവായത്തിൻ്റെ വഴിയാണ് BJP സംസ്ഥാന ഘടകം നോക്കുന്നത്. പക്ഷേ അത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം. രണ്ട് പാർട്ടി എന്ന മട്ടിലാണ് സംസ്ഥാനത്ത് പാർട്ടി നേതാക്കളും പ്രവർത്തകരും എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഓക്കെ, താങ്ക് യു. വിജയകുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന്.